മാട് വാങ്ങിയിരിക്കേ? ഈ കാണുന്ന 2 മാട് തന്നെ വാങ്ങിയത് ഫസ്റ്റ് ടൈം ആണോ ഇത് ഇവിടുന്ന് വാങ്ങുന്നത്? இது முன்னாடி ஒரு வாட்டி வாங்கியிருக்கோம். ശക്തി வாங்கி தந்தது? சக்தி அந்த கிட்ட ஸோ தரமான ஒரு மாடு கொடுத்தாங்க. ஓகே, எவ்வளோ பால் கறக்குது அந்த மாடு? ஸோ அது ஒரு நாளைக்கு 20 மேலே கிடைச்சிருக்கு. அப்போ ஃபார்ம் வச்சிருக்கோம் நம்மள. எவ்வளோ மாடு டோட்டல் இருக்கு இப்போ? இப்போதைக்கு 4 மாடு. ஸோ எங்களுக்கு எக்ஸ்டெண்ட் பண்ண ஒரு பிளான் இருக்கு. இப்போ மொத்தம் 4 சக்தியான வாங்கி தந்த மாடு தானே? ஆமா, சக்தி. இப்போ 4 20க்கு மேலே கிடைச்சிருக்கா? 20 மேலே சக்தியான எப்படி எக்ஸ்பீரியன்ஸ் இருக்குல்ல? ஐயோ, ரொம்ப சக்தியனுக்கு வந்து ரொம்ப எக்ஸ்பீரியன்ஸ். அப்புறமா ரொம்ப நம்பிக்கையான ஒரு பர்சன்னா சக்தி. அதுக்காக இங்க வந்துட்டு ஆமா, நம்ம இன்னும் 30-40 மாடு வாங்குற பிளான் இருக்கு. ஸோ அந்த 30-40 மாடு கூட சக்தி தான் வாங்கியிருக்கு. 3 കുറച്ച് கொஞ்சம் വാങ്ങി എക്സ്പീരിയൻസ്. ஒரு வாட்டி வந்தா 2 வாங்கி அப்ப കുറച്ച് അപ്ഡേറ്റ് பண்ணி வச்சிருக்கு. அப்ப பார்த்தது நல்ல கன்னி மாடு தான் எடுத்து கொடுத்தது. இந்த மாதிரி 2 கன்னி மாடு. ഇന്നിപ്പോ കോഴിക്കോട് പാലക്കാടൊക്കെ എടുത്തിരിക്കുന്ന പശുക്കാണ്. പക്ഷേ നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്താ അങ്ങനെ പോണം? ചേട്ടാ നമസ്കാരം. എവിടെ സ്ഥലം? കോഴിക്കോട്. ചേട്ടൻ്റെ അടുത്തേക്കാന്ന് തോന്നുന്നു അല്ലേ? 5 വാങ്ങിയിട്ടുണ്ട്. 5 വാങ്ങിയിട്ടുണ്ട്. കറക്റ്റ് സ്ഥലം എവിടെ? കോഴിക്കോട് മുക്കം. പുതിയതായിട്ട് സ്റ്റാർട്ടിംഗ് ആണോ? നമ്മളവിടെ ഉണ്ടായിരുന്നു, 10 ദിവസത്തോളം ഫാമിൽ ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ 10 ദിവസം അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് പിന്നെ പശു വാങ്ങാൻ കെട്ടി. അതിനുശേഷം എത്ര നാളത്തെ ഒരു പ്രോസസ് ആയിരുന്നു? എത്ര മാസം എടുത്തത്? ഒരു 3 മാസം. 3 മാസത്തെ ഇതിലായിരുന്നു അല്ലേ? ലോങ് ജേർണി. എടുത്തുചാട്ടത്തിലുള്ളതൊന്നുമല്ല. നമ്മളോട് ആദ്യം വന്നു, പിന്നെ അങ്ങനെയൊക്കെ സംസാരിച്ച് പോയി. അതിനുശേഷം വീണ്ടും വന്ന് ഒരു 10 ദിവസം മൂപ്പര് അവിടെ സ്റ്റേ ചെയ്തു. എല്ലാ പണിയെല്ലാം പഠിച്ച് നമ്മുടെ കൂടെ നിന്ന് എല്ലാ വർക്കും കറക്റ്റായിട്ട് മൂപ്പര് നമ്മുടെ കൂടെ തന്നെ നിന്ന് അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് അവിടെ ചെയ്യുന്നത് അതേ സെയിം രീതി സൈലേജാണ് എന്തായാലും എല്ലാം നമ്മള് ചെയ്യുന്ന 5 പശുവിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്യണം. 5 പശുക്കളാണ് എടുത്തത്. കാണുന്ന അടിപൊളി 20 പശുക്കളെ കെട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ 5 പശുക്കൾ എടുത്തിട്ടുണ്ട്. ചിന്നവള് അടിപൊളി ക്വാളിറ്റിയുള്ള അധികം പ്രായമില്ലാത്ത പ്രസവിക്കറായെന്നു അല്ലേ? പ്രസവിച്ചാണോ? ചനിയുണ്ട് പ്രസവിച്ചുണ്ട്. അങ്ങനെ 2 കൂടെ മിക്സ് ആയിട്ട് അടിപൊളി കാണുന്ന പശുക്കളാണ് 5 എടുത്തിട്ടുള്ളത്. പിന്നെ അതേ പശുക്കളെ കളക്ഷൻസ് എങ്ങനെയുണ്ട്? വീടുള്ള പശുക്കളെല്ലാം നല്ല നമുക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം. നല്ല പറഞ്ഞ ഗ്യാരണ്ടി പറയാം. നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഇവിടെ വന്നിട്ട് പശു എടുത്ത് കൊടുക്കണ എന്താന്ന് പറഞ്ഞു വെച്ചാൽ സ്വാഭാവികമായിട്ട് ആ ബ്രീഡ് ക്വാളിറ്റിന് വേണ്ടിയിട്ടാണ് വരുന്നത്. പിന്നെ വാങ്ങുന്നവർക്കായാലും പാലും കിട്ടും. ആ പൈസ കൊടുക്കുന്നതിനുള്ള ക്വാളിറ്റി ഇവിടെ ഉണ്ടാവും. പിന്നെ വണ്ടിക്കൂലിയും കാര്യങ്ങളെല്ലാം നമുക്ക് പോലെ ഇരിക്കൂല. അത് കാണുമ്പോൾ തന്നെ അറിയാം. പശുക്കളെ ഇപ്പൊ അറിയാവുന്നവർക്കെല്ലാം കാണുന്ന നമ്മൾ വാങ്ങിക്കുന്ന പശുക്കളെല്ലാം അത്യാവശ്യം 35 പശുക്കളുണ്ട്. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അധികം പരാതി വരാറില്ല. 12ആയി 10ആയി എന്നുള്ള പരാതി നമുക്ക് അങ്ങനെ വന്നില്ല. പാല് കൂടുന്നതല്ല അതല്ലേ? കൊണ്ടേന്നുള്ളതല്ല, ഫുഡും കാര്യങ്ങളും പറയുന്ന രീതിക്ക് തന്നെ കറക്റ്റ് ആയിട്ട് പോകും. പാലിന്റെ ഒരു കംപ്ലൈന്റ് നമുക്ക് അങ്ങനെ വന്നിട്ടേ ഇല്ല. അങ്ങനെയുള്ള ഇഷ്യൂസ് വേറെ ഒന്നും വരാം. നമ്മൾ പറഞ്ഞിട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ടോ? എപ്പോഴും കൂടുതലേ കിട്ടത്തുള്ളൂ. 20 പറയുള്ളൂ. 30 കിട്ടുന്ന പശു ആണേലും 20 നമ്മുടെ കച്ചവടം എങ്ങനെയാ? 20 ഗ്യാരണ്ടി പറഞ്ഞു, പാൽ ഗ്യാരണ്ടി കൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. എല്ലാം കാണുമ്പോൾ ഇവിടുന്ന് കിട്ടിയ പശുക്കൾ തന്നെ എല്ലാം അറിയാലോ. അപ്പൊ ചേട്ടനായാലും ഇനിയും അതിന് അപ്ഡേറ്റ് ചെയ്യത്തില്ല ഇത് കഴിഞ്ഞിട്ട്. എന്തായാലും ഇനിയും കാണാൻ ഇവിടെ തന്നെ കാണാൻ സാധിക്കട്ടെ. അപ്പൊ എന്തായാലും അപ്ഡേറ്റ്സ് ഒക്കെ അറിയിക്കാം. ഇപ്പൊ നമ്മൾ വാങ്ങി അത് പ്രസവിച്ച് അടിപൊളി ഒരു കുട്ടിയാണ്. നല്ല അടിപൊളി ഒരു പശുക്കുട്ടിയാണ്. എനിക്ക് ABCന്റെ എന്തോ ആണെന്ന് തോന്നുന്നു. ഇന്ത്യൻ വീഡിയോയിൽ നല്ലൊരു കുട്ടിയാണ്. സെവനില് നല്ല സൈസൊക്കെ ഉണ്ട്. നല്ല വൈറ്റ് കൂടിയ അടിപൊളി ഒരു കുട്ടി. എൻ്റെ നല്ല പശു ഇപ്പം ജസ്റ്റ് മാർക്കറ്റിൽ പ്രസവിച്ചതോളൂ. ചേട്ടാ നമസ്കാരം. ചേട്ടാ ചേട്ടൻ്റെ പേരെങ്ങനെയാ? എവിടെയാ സ്ഥലം? നാട്ടില് എറണാകുളത്താണ്. എവിടെ? കാക്കനാട്. നമ്മള് ഫാം പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യണോ? നില ഉണ്ടായിരുന്നു ഫാം ഉണ്ട്. എത്ര പശുക്കൾ വരെ ഉണ്ടായിരുന്നു? 15 തുടങ്ങി 100 പശുക്കൾ വരെ ഉണ്ടായിരുന്നു. എങ്ങനെ ഫാമിന്റെ പേര് എങ്ങനെയാ? ന്യൂട്രിമിസ്റ്റ്. എങ്ങനെ ഫാം പിന്നെ എന്തൊട്ട് നിർത്തിയത്? നമ്മൾ ലീസിന് എടുത്താണ് ചെയ്തത്. ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് സ്ഥലം എടുത്ത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ ആദ്യമായിട്ട് എടുക്കുകയാണ്. ഇപ്പൊ നല്ല ഫാം പശുക്കളെല്ലാം ഉണ്ടോ ഫാമിൽ? ഇപ്പൊ 5 പശു ഉണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട് ശക്തിയുടെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? വരട്ടെ എന്നല്ലേ ഫാമിൽ 100 പശുക്കൾ വരെയൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള വലിയൊരു ഫാം നടത്തിയ ആളാണ്. ഇപ്പൊ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഇനി ഫ്യൂച്ചറിലൊക്കെ വരുവാണെങ്കിൽ കാണാം. ഇതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ പിന്നെ പറയണം എന്തായാലും. ഇപ്പൊ എന്തായാലും നല്ല അടിപൊളി പശുക്കളാണ് ചേട്ടൻ എടുക്കുന്നത്. കാണാം എല്ലാം നല്ല കന്നി പശുക്കൾ. എത്രയാണ് ശക്തി? ഇതൊക്കെ എങ്ങനെയാണ്? എത്ര പല്ലൊക്കെ പ്രായമുള്ളതാണ് അതൊക്കെ എടുക്കുന്നത്? ഇതൊക്കെയാണ് എടുക്കുന്നത്. 2 പല്ല് 4 പല്ല് നല്ല സൈസിലും ഉണ്ട്. ശക്തിനൊക്കെ ഇതൊക്കെ നമ്മളെടുത്തില്ലേ? നല്ല സൈസിലൊക്കെ നല്ല സൈസിലുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല പശുക്കളാണ് എല്ലാം എടുത്തിട്ടുള്ളത്.
ഏകദേശം എത്ര പാലൊക്കെ കിട്ടണം ഇതെല്ലാം? എല്ലാം 20 മേലെ കിട്ടും. ഇതിന് മണ്ടയ്ക്ക് എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്, എല്ലാം 2 നേരം കൂടെ ചേർത്തിട്ട്. ഇപ്പൊ எவ்வளோ மாடு வச்சிருக்கு ஃபார்ம்ல? 15 இருக்கு. இப்போ சிந்தாமணி மாடு செக் பண்ணதுக்காக ஃபர்ஸ்ட் டைம் இங்க வந்திருக்கு. இங்க கலெக்ஷன் எப்படி போகுது? நல்ல கலெக்ஷன் இருக்கு. இப்போ നമ്മളിപ്പോ വാങ്ങിക്കുന്ന നല്ല അടിപൊളി 2 മാട് தான் വാങ്ങിയത്, കന്നി മാട് தான் വാങ്ങിയത് അല്ലേ? ഒരു ഫുൾ ബ്ലാക്ക് കൂടിയ മാതിരി ഒരു പാൽപ്പല്ല് തന്നെ, പല്ല് പോടല്ലേ അല്ലേ? പല്ല് 6 പല്ലായിരുന്നു. ഇത് 6 പല്ല് സെക്കൻഡ് ലാക്ടേഷൻ. അപ്പോ കന്നി തന്നെ. 6 പല്ലിൽ കന്നിയാണ്. ഇത് പല്ല് വെക്കാത്ത ഒരു കന്നി മാടാണ് വാങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ എവിടെ പാലൊരു കിടക്കുന്ന സുലഭര് 18 കന്നിൽ ഒരു 18 വരെയൊക്കെ എക്സ്പെക്ട് പണ്ണത്. മേ ബി അതിന് മേലെ കിടച്ചിരിക്കുക. എല്ലാ വീക്കിലും നല്ല അടിപൊളി കിടില മാടുകളാണ് വാങ്ങിയിട്ടുള്ളത്. ഇനി എത്ര പശുക്കൾ വാങ്ങിയിട്ടുണ്ട് മൊത്തത്തിൽ? ഏറ്റവും നല്ല പശുക്കൾ നോക്കി 32ഓളം പശുക്കളാണ് നമ്മൾ ഇത് മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. അണ്ണാ ഈ 2 പശുക്കൾ എങ്ങോട്ട് പോകുന്നതാണോ? നല്ല സൈസുള്ള പശുക്കളാണല്ലോ ഇത്. നല്ല ഓവർ സൈസ് പശുക്കളാണ്. നമ്മൾ നേരത്തെ മീഡിയം ടൈപ്പ് ആണെങ്കിൽ ഇത് നല്ല സൈസിലുള്ള കന്നി പശുക്കളാണ്. കന്നി പശുവിൽ നല്ല സൈസിൽ വരുന്നത്. ഏകദേശം എത്ര പാല് പ്രതീക്ഷിക്കണം നമുക്ക് ഇതൊക്കെ? നമുക്ക് ഒരെണ്ണത്തിന് 20 മുതൽ 25 പ്രതീക്ഷിക്കാവുന്ന അടിപൊളി കന്നി പശുക്കളാണ്. എത്ര പല്ല് പ്രായമാണ് ഇതൊക്കെ? 2 പല്ല് 4 പല്ല് പ്രായത്തിൽ വരുന്നത്. ഇനി എത്ര ദിവസം ഉണ്ടായിരിക്കണം പ്രസവിക്കുന്നതൊക്കെ? ഒരാഴ്ചയോളം സമയമുണ്ട് പ്രസവിക്കാൻ അല്ലേ? ഏകദേശം പ്രൈസ് റേഞ്ച് ഒക്കെ എന്ത് വന്നിട്ടുണ്ട് നമുക്ക് ആവറേജ്? ഇത് എത്ര പാല് പ്രതീക്ഷിക്കും നമുക്ക് ഇത് 2 കൂടെ ചേർത്ത്? ഒരു 35 ലിറ്റർ മുതൽ 40 വരെ പ്രതീക്ഷിക്കാവുന്ന അടിപൊളി 2 കന്നി പശുക്കളാണ്. ഒരു മീഡിയം സൈസ് പശുക്കളാണ്. വീട്ടുകാർക്കും ഫാമുകാർക്കും പറ്റിയ അടിപൊളി പശുക്കളാണ്. നല്ല മടിപ്പവറിലുള്ള പശുവാണ്. നല്ല മടിസെറ്റുള്ള പശുവാണ്. ടീത്ത് എവിടെ വേണോ? ടീത്ത് 2 ടീത്താ? മിൽക്ക് എവിടെ മാക്സിമം കിतना मिलेगा? 25-30 25-30 ലിറ്റർ കിട്ടും എന്ന് പറയുന്ന ഒരു ഹെവി സൈസ് കന്നി പശുവാണ്. പ്രസവിക്കാൻ 2 ആഴ്ച 3 ആഴ്ച സമയം കാണും. നല്ല ഹെവി സൈസ് പശുവാണ്. ടീത്ത് പാക്ക് കൂടി വേണം. ടീത്ത് 2 പല്ല് പ്രായത്തിൽ നല്ല ഹെവി സൈസ് പശുവാണ്. ഒരു പ്രൈസ് ചോദിക്കുന്നതൊക്കെ ഈ പശു എങ്ങനെയാണോ? ആ പശു എങ്ങനെയാണോ? എത്ര പാല് കിട്ടായിരിക്കണത്? കന്നിയിലെ 18-20 കിട്ടാവുന്ന ഒരു അടിപൊളി കന്നി പശുവാണ് കേട്ടോ. சிக்கன வணக்கம்ண்ணா. எப்படி இருக்கண்ணா? நம்மளுக்கு எந்த மார்க்கெட்லண்ணா? சிந்தாமணி மார்க்கெட். சிந்தாமணி. ഇപ്പൊ എല്ലാ വീക്കിലും നമ്മൾ വന്നിട്ട് ഇരിക്കണ. എല്ലാ വീക്കിലും നല്ല അടിപൊളി കിടില മാടുകളാണ് വാങ്ങിയിട്ടുള്ളത്. ഇനി എത്ര പശുക്കൾ വാങ്ങിയിട്ടുണ്ട് മൊത്തത്തിൽ? 32 ഏറ്റവും നല്ല പശുക്കൾ നോക്കി 32ഓളം പശുക്കളാണ് നമ്മൾ ഇത് മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. കേരളം, തമിഴ്നാട്, കർണാടക 3 സംസ്ഥാനങ്ങളിലേക്ക് എടുത്തിട്ടില്ല. 3 നാടൊക്കെ എടുത്തു കൊടുത്തു. അതല്ല കേരളത്തിൽ തന്നെ ഒരുപാട് ജില്ലയിലേക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കേരള പാലക്കാട്, തിരൂര്, എറണാകുളം, കോഴിക്കോട്, വയനാട് എല്ലാ 4-5-6 ജില്ലയിലേക്ക് എടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഒരുപാട് ടീമുകൾ ഇന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓരോ പശു എല്ലാ പശുക്കളെയും പറയാച്ചാൽ ഒരുപാട് സമയം എടുക്കും. ജസ്റ്റ് ആവറേജ് ആണ് മൊത്തത്തിൽ എത്ര എങ്ങനെയാണ് 2 പല്ലാണോ എങ്ങനെ എത്ര പ്രായമുള്ള പശു? 2 പല്ല് 4 പല്ല് 6 പല്ല്. ജസ്റ്റ് നടന്നു പോകണം. നമുക്ക് എല്ലാം കണ്ടു വേണം. നടന്നു 2 പല്ല് 4. ഇതെല്ലാം കന്നി പശുക്കളാണോ? കന്നി 2ാമത്തെ പശുക്കൾ. ഇതൊക്കെ പ്രസവിച്ചാണ് ചനയാണോ ഇത് കാണുന്നത്? ഇതെല്ലാം പ്രസവിച്ചാണ് ചനയാണ്. ഇതെല്ലാം ചനയാണ്. ഏകദേശം പ്രൈസ് ആവറേജ് ചെയ്തൊക്കെ വന്നിട്ട് എടുത്തിട്ടാണോ? எல்லாமே வந்து பாத்தீங்கன்னா ஒரு 80 முதல் 1 ലക്ഷം 110 വരെ 80,000 1 ലക്ഷം 110 റേഞ്ചിൽ വരുന്ന പശുക്കളാണ്. എല്ലാം ഏകദേശം ഇതൊക്കെ തന്നെയാണ് പ്രൈസ് റേഞ്ച്. എല്ലാം പറയാന്ന് വെച്ചാൽ നമുക്ക് സമയം കിട്ടത്തില്ല. അത്രത്തോളം പശുക്കൾ നമ്മൾ എടുത്തിട്ടുണ്ട്.
ഇതെല്ലാം ഫാമിലേക്ക് എടുത്തിട്ടുള്ള പശുവാണോ? എല്ലാം നല്ല അടിപൊളി ഫാമിലേക്കും പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ എടുത്തിട്ടുള്ളതാണ്. ഒരു ജേഴ്സി മാത്രമാണ്, ബാക്കി എല്ലാം എറണാകുളത്തേക്ക് ഒരു ജേഴ്സി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ്? ഇത് കന്നിയാണോ? അല്ലെ ബ്ലാക്ക്? ഈ ബ്ലാക്ക് പല്ല് വന്നിട്ടില്ല, 2 പല്ലും ആയിട്ടില്ല. 4 പല്ല്, ഇത് 4 പല്ല്, ഇത് 2 പല്ല്, 2 പല്ല്, 4 പല്ല്, ഇത് 4 പല്ല്. ഇതൊക്കെ പ്രൈസ് ഇത് തന്നെയാണോ റേഞ്ച്? ഒരു 80 മുതൽ 1,15,000 വരെ റേഞ്ചിൽ ഒരു പശുവിന് വന്നിട്ടുള്ളതാണ്. നല്ല ബ്രീഡ് ക്വാളിറ്റി. ഈ ഒരു പശു എന്ത് പ്രൈസ് വന്നിട്ടുണ്ട്? പ്രസവിച്ചാണ് ചനയാണോ? ഇത് ചെന இன்னும் ഒരാഴ്ച പിടിക്കും. നല്ല നല്ല അകട് കാമ്പ് എല്ലാ ഇടകളിലും എല്ലാം നല്ല മടിച്ചിട്ടുള്ള. എത്ര പാല് പ്രതീക്ഷിക്കണം ഈ പശു? ഇത് ഒരു ദിവസത്തെ ഒരു 22-25 വരെ കിട്ടും. 22-25 കന്നിയിൽ പ്രതീക്ഷിക്കും അല്ലേ? അത് എത്ര പ്രൈസ് വന്നത്? 1,10 വന്നിട്ടുണ്ടോ? 1,10,000 റേഞ്ചിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ പ്രസവിച്ച പശുക്കളാണ്, അടിപൊളിയായിട്ട് എടുക്കുന്നത്. ഇപ്പൊ ഒരു പശു എടുത്താൽ പ്രസവിച്ചിരിക്കും. ഇപ്പൊ ഒരു പശു ഉണ്ട് അടിപൊളി, അതിപ്പം ഇവിടെ പ്രസവിച്ചിരിക്കുന്നത്. ഇത് എവിടത്തേക്ക് എടുത്തേനാ? ഇതേ സ്ഥലത്തേക്ക് എടുത്തേക്കുന്ന എടുത്തേക്കുന്നത്. അടിപൊളി ഒരു പെൺകുട്ടിയാണത് അല്ലേ? പെൺകുട്ടിയാണ്. ഇതൊക്കെ എത്ര പാല് പ്രതീക്ഷിക്കാം നമുക്ക്? 25 ലിറ്റർ വരെ കിട്ടാൻ. ശക്തി, ഈ പശുക്കളൊക്കെ എവിടെ പോകുന്ന? പാലക്കാടൊക്കെ പോകുന്ന അടിപൊളി 2 പശുക്കളാണ്. പ്രസവിച്ചാണോ ചനയാണോ? രണ്ടും ചന പശുക്കളാണ്. എത്ര ദിവസമാണോ പ്രസവിക്കുന്നത്? ഒരാഴ്ചയോളം പ്രസവിക്കാൻ സമയമുണ്ട്. ഏകദേശം എത്ര പാല് പ്രതീക്ഷിക്കാം നമുക്ക്? 2 കൂടി 40 ലിറ്റർ പ്രതീക്ഷിക്കാം. നല്ല അടിപൊളി ബ്രീഡിലുള്ള ഒരു മീഡിയം ടൈപ്പിൽ, ഓവർ സൈസ് എന്ന് പറയുമ്പോൾ ഒരു മീഡിയം ടൈപ്പ് പശുക്കളാണ്. ഏകദേശം പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ട് രണ്ടും കൂടെ 90-ന് മേലെ വന്നിട്ടുണ്ട്. 180 റേഞ്ച് വന്നിട്ടുണ്ട്. ഒരെണ്ണം പൊള്ളാച്ചിയിലും ഒരെണ്ണം എറണാകുളത്തേക്ക് പോകുന്നതാണ്. അടിപൊളി 2 പശുക്കൾ. എത്ര പല്ല് പ്രായമാണത്? എത്ര പല്ല് പ്രായം? 2 പല്ല് പ്രായത്തിലുള്ള പശുക്കളാണല്ലേ? ശക്തന അടിപൊളി 2 പശുക്കൾ ഇരിക്കുന്നുണ്ടാ. ഇത് എങ്ങോട്ട് പോകാനാ? അതെ, ജില്ല എവിടത്തേക്ക് വാങ്ങിക്കണ? കോഴിക്കോടേക്കും പാലക്കാട് എടുക്കുന്ന അടിപൊളി 2 പശുക്കളാണ്. ഇതിപ്പോ നല്ല മടി പ്രസവിച്ചാണോ ചനയാണോ? അത് രണ്ടും ചനയാണ്. ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ട്. എത്ര പല്ല് പ്രായമാണിത്? 2 പല്ല് പ്രായത്തിൽ മീഡിയം ടൈപ്പ് നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ള മടിയുള്ള നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ള മീഡിയം പശുക്കളാണ്. എന്ത് പ്രൈസ് വന്നിട്ടുണ്ട്? അത് ഇത് 90-ന് മേലെ വന്നിട്ടുണ്ട്. രണ്ടും കൂടെ ഒരു 180 റേഞ്ചിൽ വന്നിട്ടുണ്ട്. 2 പശുക്കൾ ചേർത്ത് അല്ലേ? എത്ര പാല് പ്രതീക്ഷിക്കും നമുക്ക് ഇത് 2 കൂടെ ചേർത്ത്? ഒരു 35 ലിറ്റർ മുതൽ 40 വരെ പ്രതീക്ഷിക്കാവുന്ന അടിപൊളി 2 കന്നി പശുക്കളാണ്. ഒരു മീഡിയം സൈസ് പശുക്കളാണ്. വീട്ടുകാർക്കും ഫാമുകാർക്കും പറ്റിയ അടിപൊളി പശുക്കളാണ്. നല്ല മടിപ്പവറിലുള്ള പശുവാണ്. നല്ല മടിസെറ്റുള്ള പശുവാണ്. ഈ 2 പശുക്കൾ എങ്ങോട്ട് പോകുന്നതാണോ? നല്ല സൈസുള്ള പശുക്കളാണല്ലോ. ഇത് നല്ല ഓവർ സൈസ് പശുക്കളാണ്. നമ്മൾ നേരത്തെ മീഡിയം ടൈപ്പ് ആണെങ്കിൽ ഇത് നല്ല സൈസിലുള്ള കന്നി പശുക്കളാണ്. കന്നി പശുവിൽ നല്ല സൈസിൽ വരുന്നത്. ഏകദേശം എത്ര പാല് പ്രതീക്ഷിക്കണം നമുക്ക്? ഇതൊക്കെ നമുക്ക് ഒരെണ്ണത്തിന് 20-25 പ്രതീക്ഷിക്കാവുന്ന അടിപൊളി കന്നി പശുക്കളാണ്. എത്ര പല്ല് പ്രായമാണ് ഇതൊക്കെ? 2 പല്ല് 4 പല്ല് പ്രായത്തിൽ വരുന്നത്. ഇനി എത്ര ദിവസം ഉണ്ടായിരിക്കണം പ്രസവിക്കുന്നതൊക്കെ? ഒരാഴ്ചയോളം സമയമുണ്ട് പ്രസവിക്കാൻ അല്ലേ? ഏകദേശം പ്രൈസ് റേഞ്ച് ഒക്കെ എന്ത് വന്നിട്ടുണ്ട് നമുക്ക് ആവറേജ്? ഇത് 1,00,000 റേഞ്ചിൽ വന്നിട്ടുള്ള പശുക്കളാണ്. നല്ല അടിപൊളി ബ്രീഡ് ക്വാളിറ്റി ഉള്ള പശുക്കളാണ് അല്ലേ? അടിപൊളി 2 പശുക്കൾ വാങ്ങിയിട്ടുണ്ട്. അത് പ്രസവിച്ചാണത്? രണ്ടും പ്രസവിച്ച് എങ്ങോട്ട് വാങ്ങിയിട്ടാണ്? എറണാകുളത്ത് 2 പ്രസവിച്ച മാടുകളാണ്. എത്ര പാല് പ്രതീക്ഷിക്കണം? രണ്ടും കൂടെ എത്ര പാല് പ്രതീക്ഷിക്കാം നമുക്ക്? 45 ലിറ്ററോളം പ്രതീക്ഷിക്കാം. കന്നിയാണോ സെക്കൻഡാണോ? എന്താ അത്? ഒരെണ്ണം കന്നി, ഒരെണ്ണം രണ്ടാമത്തെ പ്രസവമുള്ള അടിപൊളി 2 പശുക്കളാണ്. ചേട്ടാ നമസ്കാരം. ചേട്ടാ, ചേട്ടൻ്റെ പേരെങ്ങനെയാ? എവിടെയാ സ്ഥലം? നാട്ടില് എറണാകുളത്താണ്. എറണാകുളത്ത് എവിടെ? കാക്കനാട്. നമ്മൾ ഫാം പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യണോ? നില ഉണ്ടായിരുന്നു? ഫാം ഉണ്ട്. എത്ര പശുക്കൾ വരെ ഉണ്ടായിരുന്നു? 15 തുടങ്ങി 100 പശുക്കൾ വരെ ഉണ്ടായിരുന്നു. എങ്ങനെ ഫാമിന്റെ പേര് എങ്ങനെയാ? ന്യൂട്രിമിസ്റ്റ്. എങ്ങനെ ഫാം പിന്നെ എന്തൊട്ട് നിർത്തിയത്? നമ്മൾ ലീസിന് എടുത്താണ് ചെയ്തത്. ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് സ്ഥലം എടുത്ത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ ആദ്യമായിട്ട് എടുക്കുകയാണ്. ചിന്താമണി ഇപ്പൊ നെല്ല് ഫാം പശുക്കളെല്ലാം ഉണ്ടോ ഫാമിൽ? ഇപ്പൊ 5 പശുവുണ്ട്. ഇപ്പൊ നെല്ല് ചിന്താമണി എത്ര എടുത്തിട്ടുണ്ട്? 7 ഈ കാണുന്ന IPN എന്നൊക്കെ എഴുതിയേക്കുന്ന പശുക്കളാണല്ലോ. എല്ലാം അടിപൊളി നല്ല ഹെവി സൈസ് പശുക്കളാണ് ചേട്ടൻ എടുത്തിട്ടുള്ളത്. പ്രസവിച്ചാണ് ചനയാണോ അതൊക്കെ? 5 ചനയാണ്. ഇപ്പൊ നമുക്ക് അവിടെ നിൽക്കുന്ന പശുക്കളൊക്കെ എങ്ങനെ എത്ര പാല് വരെ കിട്ടുന്നതാണ് ഫാമിൽ? ഒരു നേരം. അപ്പൊ എങ്ങനെ ജോലിക്കാരൊക്കെ ആണോ? എന്തൊക്കെയാണ്? 2 സ്റ്റാഫുണ്ട്. നമുക്ക് എത്ര പശുക്കൾ വരെ നിർത്തുന്ന ഷെഡപ്പ് നിലവിൽ കിട്ടിയിരിക്കുന്നത്? നമ്മൾ 25 പശുവിനെ കെട്ടാം. അപ്പൊ ഇത് മൊത്തം അപ്ഡേറ്റ് ചെയ്യും. പതുക്കെ ഇത് ഡെലിവറി കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ട് ചിന്താമണിയിലേക്ക് വരാൻ ഉദ്ദേശിച്ചത്?
പൊള്ളാച്ചിയിൽ നേരത്തെ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഇത്ര സക്സസ് ആയിട്ട് അതിൽ ഇവിടുത്തെ പശുക്കളെ കുറച്ച് ക്വാളിറ്റി വന്നിട്ട് എങ്ങനെയുണ്ട്? വന്ന് കണ്ടിട്ട് ഇതിന് 100 പശുക്കളൊക്കെ വളർത്തി എക്സ്പീരിയൻസ് ഉണ്ട്. നല്ല പശുക്കളാട്ടോ. എന്തായാലും ഇനി പ്രസവിച്ച് അവിടെ കൊണ്ടെത്തി നമ്മുടെ ക്ലൈമറ്റ് സെറ്റ് ആക്കി ഡെലിവറി ആക്കി വരണം. ഓക്കെ ഓക്കെ. പിന്നെ എങ്ങനെയാണ് നമ്മളിപ്പം പാലിന്റെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ബ്രാൻഡായിട്ടൊന്നും ഇറക്കി തുടങ്ങിയിട്ടില്ല. ബ്രാൻഡ് ന്യൂട്രിമിക്സ് ഓൾറെഡി നമുക്ക് ഉണ്ട്, കാര്യങ്ങളുണ്ട്. എല്ലാം ഉണ്ട്. പണ്ട് പാക്ക് ചെയ്ത് കൊടുക്കുമായിരുന്നു. എല്ലാം ഉണ്ട്. ഇനി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. പാലാവുന്ന ശേഷം റീസ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ നിലവിൽ നമ്മൾ റീറ്റെയിൽ എന്ത് വിൽക്കുന്നത്, എന്ത് വിലക്ക് വിൽക്കുന്ന 1 ലിറ്ററിന്? റീറ്റെയിൽ അവിടെ വന്നിട്ട് 70 രൂപ വരെ ഉണ്ട്. 70 രൂപയുണ്ട് എറണാകുളത്ത്. നമ്മുടെ ഇവിടുന്ന് വന്ന് ഫാമിൽ എത്ര രൂപയ്ക്ക് കൊണ്ടുപോകും? 50-55 റേഞ്ചിൽ മൊത്തം രാവിലെ 45 രൂപ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. പിന്നെ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് നല്ല കൊടുത്തോണ്ടിരിക്കുന്നത്? സൈലേജ് പെല്ലറ്റ് ഐറ്റംസ് എങ്ങനെയാണ്? കേരള ഫീഡ്സിന്റെ പെല്ലറ്റ് അത് മാത്രമല്ല വേറെ എന്തെങ്കിലും അതിന്റെ താടി തവിട് ആഡ് ചെയ്യുന്നത്. പിന്നെ സൈലേജും പിന്നെ ഐറ്റംസ് മാത്രമാണ് നല്ല കൊടുക്കുന്നത്. എങ്ങനെയാണ് ഫാമിലി ഇപ്പൊ നമ്മൾ ഫുള്ള് നോക്കുകയാണെങ്കിൽ ജോലിക്കാർ മൊത്തം നോക്കിക്കോളൂ? നമ്മളില്ല, ജോലിക്കാർക്ക് ജോലിക്കാരുടേതായ പണികൾ മാത്രം. ബാക്കി മെഡിസിൻ ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ എല്ലാ ദിവസവും ഫാമിൽ പോയിരിക്കണം അല്ലേ? എല്ലാ ദിവസവും പോയിരിക്കണം, എല്ലാ പശുക്കളെ നോക്കിയിരിക്കണം. നമുക്ക് മനസ്സിലാവും, ജോലിക്കാർക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. നമ്മളൊരു ദിവസം പോയില്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും ഒരു പശുക്കളെ ഇളകിയാൽ ഹീറ്റ് ആയാലും നമ്മളെല്ലാം കറക്റ്റ് നമ്മൾ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇൻസെമിനേഷനോ അങ്ങനെ എന്തെങ്കിലും ബ്രീഡിംഗ് പോളിസി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? നല്ല സെമൻസ് നോക്കിയിട്ട് നമ്മളിപ്പോൾ നോക്കുന്നത് നല്ല സെമൻ നോക്കിയാണ്. ഓൾറെഡി പുതിയൊരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. കാര്യം ലേഡീസ് പെൺകുട്ടികൾ മാത്രം സെക്സ്ഡ് സെമൻസ് അതൊക്കെയാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുകയാണെങ്കിൽ ലാഭത്തിലേക്ക് കൊണ്ടുപോകാം. പശുക്കളെ മാത്രം കിട്ടും. ഇതിലുള്ള നല്ല സഹായ സഹകരണം ഉണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും സ്കീമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ സ്വന്തം എങ്ങനെയുണ്ട് ശക്തിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? വരട്ടെ ഇതില്ലേ ഭാവിയിലേക്ക് 100 പശുക്കൾ വരെയൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള വലിയൊരു ഫാം നടത്തിയ ആളാണ്. ഇപ്പൊ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഇനി എന്തായാലും ഇനി ഫ്യൂച്ചറിലൊക്കെ വരുവാണെങ്കിൽ കാണാം. ഇതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ പിന്നെ പറയണം എന്തായാലും. ഇപ്പൊ എന്തായാലും നല്ല അടിപൊളി പശുക്കളാണ് ചേട്ടൻ എടുക്കുന്നത് കാണാം. എല്ലാം നല്ല കന്നി പശുക്കൾ. എത്രയാണ് ശക്തി? ഇതൊക്കെ എങ്ങനെയാണ്? എത്ര പല്ലൊക്കെ പ്രായമുള്ളതാണ് അതൊക്കെ എടുക്കുന്നത്? ഇതൊക്കെയാണ് എടുക്കുന്നത്. 2 പല്ല് 4 പല്ല് നല്ല സൈസിലും ഉണ്ട്. ശക്തിനൊക്കെ ഇതൊക്കെ നമ്മൾ എടുത്തില്ലേ? നല്ല സൈസിലൊക്കെ നല്ല സൈസിലുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല പശുക്കളാണ് എല്ലാം എടുത്തിട്ടുള്ളത്. ഏകദേശം എത്ര പാലൊക്കെ കിട്ടുവാണ്? ഇതെല്ലാം 20 മേലെ കിട്ടും. 20 മണ്ടയ്ക്ക് എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാം 2 നേരം കൂടെ ചേർത്തിട്ട് കിടിലനായിട്ട് 7 പശുക്കളല്ലേടാ? 7 പശുക്കളാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും നല്ല രീതിയിൽ എല്ലാം സക്സസ് ആയിട്ട് എത്തട്ടെ. താങ്ക് യു താങ്ക് യു സോ മച്ച്. വണക്കണോ? எப்படி இருக்கு? நல்லா இருக்கு. எந்த ஊரு? நம்மளது இங்க தான் பெங்களூர் தானா? സജാപൂർ. ഇപ്പൊ ഇവിടുന്ന് മാട് വാങ്ങിയിരിക്കാ? എவ்வளவு മാട് വാങ്ങിയിരിക്കെ? நம்ம 2 மாடு வாங்கியிருக்கோம். ഈ കാണുന്ന 2 മാട് തന്നെ വാങ്ങിയത്? ഫസ്റ്റ് ടൈം ആണോ ഇത് ഇവിടുന്ന് വാങ്ങുന്നത്? இல்ல இது முன்னாடி ஒரு வாட்டி வாங்கியிருக்கோம். ശക്തിനാണ് വാങ്ങി തന്നത്? சக்தி எனக்கு சோ தரமான ஒரு மாடு கொடுத்தாங்க. ஓகே, எவ்வளவு பால் கறக்குது மாடு? சோ அது ஒரு நாளைக்கு 20 மேல கிடைச்சிருக்கு. அப்ப ஃபார்ம் வச்சிருக்கோம் நம்மள. எவ்வளவு மாடு டோட்டல் இருக்கு இப்போ? இப்போதைக்கு 4 மாடு. சோ எங்களுக்கு எக்ஸ்டெண்ட் பண்ண ஒரு பிளான் இருக்கு. இப்போ மொத்தம் 4 ശക്തിനെ വാങ്ങി തന്ന മാട് തന്നെ? ஆமா, சக்தி இப்போ 4 20க்கு மேல கிடைச்சிருக்கா? 20 மேல கிடைச்சிருக்கு. ஆவரேஜ் பிரைஸ் ரேஞ்ச் ഒക്കെ എന്തോ വന്നിരിക്കുന്നത്? இங்க பெங்களூர் per liter வந்து நமக்கு 36 അല്ല മാടുക്ക് എவ்வளவு பிரைஸ் ரேஞ்ச் ஆவரேஜ் வந்திருக்கு? 110 1 ലക്ഷത്തിന് മേലെ വന്നിருக்கு. ഇപ്പോ കന്നി മാട് தான் എടുത്തത്? ഇത് 2 തലയിട്ട് 2 പല്ല്. 2 പല്ല്. ഇതൊക്കെ എவ்வளவு പാല് കിടക്കണ മാതിരി മാട്? സോ ഇത് വന്ന് നമുക്ക് ഒരു നാளைக்கு ഒരു 18 ലിருந்து 20. ഒരു നാൾക്ക് 18 ലിருந்து 20. 18 to 20 ലിറ്റർ ഒരു നാൾക്ക് പ്രതീക്ഷിക്കുന്നത് അല്ലേ? ഇവിടെ പാല് എത്ര ലിറ്ററാണ്? എത്ര രൂപയാണ് 1 ലിറ്റർക്ക്? ഇങ്ങ വന്ന് 36 രൂപ 36 രൂപയാണ്. നമ്മൾ ടോട്ടലി ലോക്കൽ സെയിൽ பண்ணுவானா சொசைட்டி கொடுக்கணும்? என்ன பண்ணிட்டு இருக்கு? இப்போ ஸ்டார்டிங் வந்து நம்ம சொசைட்டிக்கு தான் கொடுத்துட்டு இருக்கு. ஃபியூச்சர்ல போக இப்போ ஒரு நம்மளோட டார்கெட் வந்து ஒரு 30 மாடு 30 மாடு. அப்போ கொஞ்சம் கொஞ்சமாയിട്ട് அப்டேட் பண்ணிட்டு இருக்கு. அப்புறம் வந்து நம்ம பிரைவேட்க்கு கொடுக்கணும், അല്ലെങ്കിൽ பை ப்ராடக்ட்ஸ் கொடுக்கணும். அப்படி எல்லாமே சேல் பண்ண வசதி இருக்கு. ஏதாவது ஃபார்ம் நேம் வச்சிருக்கா? ஸ்கந்தா டெய்ரி ஃபார்ம். எத்தனை மாடு கட்டண மாதிரி நமக்கு ஷெட் இருக்கு? இப்போ ஷெட் நம்பர் வந்து 10 மாடு. இப்போ ஷெட் நம்பர் 2 வந்து அண்டர் கன்ஸ்ட்ரக்ஷன்ல இருக்கு. அங்க ஒரு 15 மாடு. சென்னைனா பிசினஸ் இருக்கானா? இது இல்ல, நான் வந்து கன்ஸ்ட்ரக்ஷன் ஃபீல்ட்ல இருக்கேன். சோ அது விட்டுட்டு ஐடி ஃபீல்ட்ல இருக்கேன். சோ அது விட்டுட்டு இப்போ
கம்ப்ளீட்டா வந்து டைரி ஃபார்ம் கான்சென்ட்ரேட் பண்ணிட்டு இருக்கு. அதை அப்டேட் பண்ணதுக்காக இருக்கு இல்லை, கொஞ்சம் கொஞ்சம் அப்டேட் பண்ணிட்டு இருக்கு. ஓகே, இப்போ நிலையில ஜோலிக்கார் ஏதாவது இருக்கா, ஸ்டாஃப் இருக்கா, நம்மள தானே மொட்டை பண்ணிட்டு இருக்கு? இல்ல இப்போ கம்ப்ளீட்டா வந்து எங்க ஃபேமிலியா பண்ணிட்டு இருக்கு. அந்த மில்கிங் எல்லாமே மில்கிங் மிஷின் வச்சிருக்கு. எல்லாத்துக்குமே இப்போ மிஷினரிஸ் இருக்கு. மிஷினரிஸ், வாஷிங் எல்லாமே. மிஷின். ஃபுட் என்னக்கு கொடுத்துட்டு இருக்கு? இப்போ நாங்க வந்து டிஎம்ஆர் கொடுத்துருக்கோம். டிஎம்ஆர் அப்புறமா வந்து தவிட ஐட்டம்ஸ். எத்தனை கிலோ இப்போ 18 லிட்டர் கிடக்குன்னா எத்தனை கிலோ கொடுத்துருக்கும்? 1 லிட்டர் பால் கொடுக்குதுன்னா 800 grams டிஎம்ஆர் கொடுக்கும். டிஎம்ஆர்ல எவ்வளோ ரேட் வருது ஒரு கிலோக்கு? நம்மளுக்கு 18 rupees வரும். 18 rupees வருது இல்லை? அது என்ன பிராண்ட், என்ன கம்பெனி டிஎம்ஆர் கொடுத்துருக்கு? அது அக்ரோ இந்தியா பிரைவேட் லிமிடெட். அதுல வந்து கம்ப்ளீட்டா எல்லாமே மிக்ஸ் ஆயிருக்கும். என்னென்ன ஐட்டம்ஸ் இருக்கு தெரியுமா? ஸோ நேப்பியர் இருக்கும், அப்புறமா கார்ன்ஸ் இருக்கும், நம்மளுக்கு இது ட்ரை பவுடர் இருக்கு. ஸோ ஆல் மினரல் மிக்ஸ் சப்ளிமெண்ட் எல்லாம் இருக்கு. அப்போ அதுக்கு எக்ஸ்ட்ரா நம்ம பெல்லட் ஒன்றுமே கொடுக்காது. பெல்லட் கொடுக்காதுல, டிஎம்ஆர் கொடுக்குது. இது கூட வந்து ஆல்டர்னேட்டிவா வந்து சூப்பர் நேப்பியர் പിന്നെ വാട്ടർ ഇത് மட்டும் தான் கொடுத்துருக்கு. அப்போ நமக்கு ஒரு நாளைக்கு ஒரு எത്ര எக்ஸ்பென்ஸ் வரும் தெரியுமா? ஒரு நாளைக்கு 20 லிட்டர் பால் கொடுக்குதுன்னா அதுக்கு வந்து நம்ம 22 kg ல இருந்து 23 kg வரைக்கும் ஃபீட் கொடுக்கும். அப்போ அந்த கால்குலேஷன் ஒரு 300 மேல. மார்னிங் வந்து ஒரு 10 to 11 kg, ஈவினிங் வந்து ஒரு 10 to 12 kg. அப்போ 20 kg மேலே வரும் അല്ലേ? ഒരു 18 വെച്ചിട്ട് വരുമ്പോൾ ഒരു 360 400 വരും അല്ലേ? 350 ல இருந்து 400 ബിലോ വരും. അപ്പോൾ നമുക്ക് ഒരു നാൾക്ക് ഒരു 20 ലിറ്റർ கிடைக்கணும்னுണ്ടെങ്കിൽ 35 രൂപ വെച്ചിട്ട് 700 கிடைக்கும். 700 அதுக்கப்புறம் நமக்கு ஒரு 300 ப்ராஃபிட். இப்போ நம்மளுக்கு ஒரு மாசத்துக்கு ஒரு மாட்டுல இருந்து ஒரு 20,000 நம்மளுக்கு பில் வருதுன்னா சோ நம்ம 10,000 வந்து அது ஃபீட் கொடுக்கலாம். 10,000 நம்மளோட ப்ராஃபிட் எடுக்கிறோம். அப்படிதான் யோசிச்சிருக்கு. அப்போ இதுல மில்கிங் கம்மி ஆகும்போது நெக்ஸ்ட் மாடு வாங்காத யோசிச்சிருக்குல்ல? இதுல ப்ரீடிங் ஏதாவது பாலிசி வச்சிருக்கா? NDDB அந்த மாதிரி செமன் குத்து வைக்கணும் அப்படி? இப்போ நாங்க வந்து HF பிரீட் தான் நாங்க ஆக்சுவலி மேஜரா செலக்ட் பண்றது. HF விட்டா ஜெர்சி எல்லாம் போட மாட்டோம். பிகாஸ் டெய்ரி பர்பஸ்க்கு வந்து HF தான் the best. ஓகே. சோ HF the best breeds. ஏன் இப்ப நல்லா ஃப்ளூயன்ட்டா தமிழ் பேசிட்டு இருக்கு? கரெக்ட் தானே? இல்ல அப்படி கிடையாது. இப்போ வந்து எங்க அம்மா சைடு எல்லாம் வந்து தமிழ்நாடு தான். வேலூர். இப்போ இங்க வந்து செட்டில் ஆயிருக்கா? இல்ல நாங்க born and raised up எல்லாம் வந்து செகண்ட் எப்படி எக்ஸ்பீரியன்ஸ் இருக்குல்ல? ஐயோ ரொம்ப செகண்டுக்கு வந்து ரொம்ப எக்ஸ்பீரியன்ஸ். அப்புறமா ரொம்ப நம்பிக்கையான ஒரு பர்சன்னா செகண்ட். அதுக்காக இங்க வந்துட்டு ஆமா நம்ம இன்னும் 30-40 மாடு வாங்குற பிளான் இருக்கு. சோ அந்த 30-40 மாடு கூட செகண்ட் தான் வாங்கி இருக்கு. 3 மூணு எடுத்து கொஞ்சம் வாங்கி எக்ஸ்பீரியன்ஸ் ஒரு வாட்டி வந்தா ரெண்டு வாங்கி அப்ப കുറച്ച് അപ്ഡേറ്റ് பண்ணி வச்சிருக்கு. அப்ப பார்த்தது நல்ல கன்னி மாடு தான் எடுத்து கொடுத்தது. இந்த மாதிரி 2 கன்னி மாடு. ஓகே, இனி நெக்ஸ்ட் டைம்ல பார்க்கலாம். ஓகேண்ணா, தேங்க்யூ so much. ഇന്നിപ്പോ കോഴിക്കോട് പാലക്കാടൊക്കെ എടുത്തിരിക്കുന്ന പശുക്കാണ്. പക്ഷേ നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്താ അങ്ങനെ പോണു? ചേട്ടാ നമസ്കാരം. എവിടെ സ്ഥലം? കോഴിക്കോട്. ചേട്ടൻ്റെ അടുത്തേക്കാന്ന് തോന്നുന്നു അല്ലേ? 5 വാങ്ങിയിട്ടുണ്ട്. കറക്റ്റ് സ്ഥലം എവിടെ? കോഴിക്കോട് മുക്കം. പുതിയതായിട്ട് സ്റ്റാർട്ടിംഗ് ആണോ? നമ്മളവിടെ ഉണ്ടായിരുന്നു, 10 ദിവസത്തോളം ഫാമിൽ ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ 10 ദിവസം അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് പിന്നെ പശു വാങ്ങാൻ കെട്ടി. അതിനുശേഷം എത്ര നാളത്തെ ഒരു പ്രോസസ് ആയിരുന്നു? എത്ര മാസം എടുത്തത്? ഒരു 3 മാസം. 3 മാസത്തെ ഇതിലായിരുന്നു അല്ലേ? ലോങ് ജേർണി. എടുത്തുചാട്ടത്തിലുള്ളതൊന്നുമല്ല. നമ്മളോട് ആദ്യം വന്നു, പിന്നെ അങ്ങനെയൊക്കെ സംസാരിച്ച് പോയി. അതിനുശേഷം വീണ്ടും വന്ന് ഒരു 10 ദിവസം മൂപ്പര് അവിടെ സ്റ്റേ ചെയ്തു. എല്ലാം പണിയെല്ലാം പഠിച്ചു. നമ്മുടെ കൂടെ നിന്ന് എല്ലാവർക്കും കറക്റ്റായിട്ട് മൂപ്പര് നമ്മുടെ കൂടെ തന്നെ നിന്ന് അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് അവിടെ ചെയ്യുന്നത് അതേ സെയിം രീതി സൈലേജ് ആണ്. എന്തായാലും എല്ലാം നമ്മള് ചെയ്യുന്ന ഫോളോ അപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. 5 പശുവിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്യണം. 5 പശുക്കളാണ് എടുത്ത് കാണുന്ന അടിപൊളി. 20 പശുക്കളെ കെട്ടാനാണ് സ്റ്റാർട്ടിങ്ങിൽ 5 പശുക്കൾ എടുത്തിട്ടുണ്ട്. ചിന്നാവളി അടിപൊളി ക്വാളിറ്റികൾ, അധികം പ്രായം ഇല്ലാത്ത. പ്രസവിക്കാറായൊന്നും അല്ലേ? പ്രസവിച്ചാണോ? ചനിയുണ്ട്, പ്രസവിച്ചുണ്ട്. അങ്ങനെ രണ്ടും കൂടെ മിക്സ് ആയിട്ട് അടിപൊളി കാണുന്ന പശുക്കളാണ് 5 എടുത്തിട്ടുള്ളത്. പിന്നെ വേറെ പാലക്കാട്, കോഴിക്കോടൊക്കെ എടുത്തിട്ടുണ്ട്. ഒരുപാട് പശുക്കൾ എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ആദ്യത്തെ 5 നമുക്ക് കോഴിക്കോട് അവർക്ക് പോണ പോലെ. പിന്നെ വയനാട്ടിലേക്ക് ഉണ്ട് അല്ലേ? അതിപ്പോ നമ്മൾ എല്ലാവരും ഒറ്റ വണ്ടിയിൽ കയറ്റി വിട്ട് കഴിഞ്ഞാൽ വയനാട്, കോഴിക്കോട് അഡ്ജസ്റ്റ് ചെയ്യും. 2 പേര് ഷെയർ ഇട്ട് എടുക്കുകയാണ് അല്ലേ? ഈ സൈഡിൽ നിൽക്കുന്ന ഈ പശുക്കൾ നമ്മുടെ അടുത്ത് തന്നെയാണോ? ഇതൊക്കെ ഉണ്ടല്ലോ ഇവിടെ സൈഡിൽ എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി മടിപ്പവർ കാര്യങ്ങളൊക്കെ അടിപൊളി
പശുക്കളാണ്. ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുപോയ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഒരുപാട് പാലക്കാട് ചേട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ എങ്ങനെയുണ്ട്? പാലൊക്കെ എത്ര വരെ കിട്ടിയെല്ലാം? പാല് വന്നിട്ട് ഇപ്പൊ ഒരാഴ്ച കൊണ്ട് തന്നെ എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന 20 ലിറ്റർ ഗ്യാരണ്ടിയിലാണ് കൊടുക്കുന്നത്. ഇതുവരെ നമ്മൾ കൊടുത്തതിൽ അങ്ങനെ വലുതായിട്ട് ആർക്കും മിസ്റ്റേക്ക് വന്നിട്ടില്ല. ഇപ്പൊ പാലക്കാട് നമ്മൾ ലാസ്റ്റ് 2 ആഴ്ച മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പാലക്കാട് കുഴപ്പമില്ല, എല്ലാം അത്യാവശ്യം 20 ലിറ്റർ മേലെ പാല് കയറിയിട്ടുണ്ട്. എന്താ വെച്ചാൽ മെയിൻ ആയിട്ട് പാല് എന്നല്ല, നമ്മൾ പറയുന്ന ഭക്ഷണ രീതി ആയാലും നമ്മൾ ചെയ്യുന്നത് ഫോളോ അപ്പ് ചെയ്താൽ മാത്രം, അല്ലാതെ കൊണ്ടുപോയിട്ട് എന്തേലും കൊടുത്തിട്ട് പാല് കിട്ടില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. നമ്മള് ആ ഭാഗം കൂടി ക്ലിയർ ചെയ്തിട്ട് കൊടുക്കുന്നത്. എവിടുന്ന് ഒരു ബ്ലാക്ക് മാർക്ക് വരാത്ത രീതിയിൽ അറിയാലോ. കച്ചവടം എന്ന് പറഞ്ഞാല് എവിടെ നോക്കിയാലും പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ നമ്മൾ ആ ഭാഗം കൂടി മാക്സിമം 10 ഒരാഴ്ചക്ക് ചെയ്യുന്ന രീതിക്ക് മാത്രം. നല്ല ക്വാളിറ്റിയുള്ള പശുക്കളാണെങ്കിൽ പ്രത്യേകിച്ച് വേറെ പേടിക്കാനൊന്നുമില്ല. പിന്നെ നമ്മളോട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ ഇതുപോലെ നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ള അടിപൊളി പശുക്കളാണ് എല്ലാം എടുത്തിട്ടുള്ളത്. നമസ്കാരം. എവിടെ സ്ഥലം? നാട്ടിലെ കോഴിക്കോട് മുക്കം. നിങ്ങൾ എല്ലാവരും ഇറങ്ങിയോ? ഹർഷാദേ, എല്ലാവരും ഇറങ്ങിയതോ പശു എടുക്കാനായിട്ട്? മൂപ്പര് ഇവിടെ ഉണ്ടായി, നമ്മളെ ഫാമിലി വന്നിട്ടുണ്ടാകാം. ഫാമിലി പഠിച്ചിട്ട് അല്ലേ? എത്ര പശു എടുത്തു മൊത്തം? ഞാന് 5 എടുത്ത്. ഈ ബാക്കിൽ കാണുന്ന പശുക്കളൊക്കെയാണോ? ഈ കാലിക്കട്ട് എഴുതിയേക്കുന്നത് അല്ലേ? കാലിക്കട്ട് നെയ്ത പശുക്കളൊക്കെയാണ്. എങ്ങനെയുണ്ട് പശുക്കൾ വന്ന കളക്ഷൻസ് ഒക്കെ? എങ്ങനെയുണ്ട്? നല്ല പശുക്കളാണ്. A to Z കാര്യങ്ങൾ പഠിച്ചോ? ഫാമിലി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. പിന്നെ പശുക്കളെല്ലാം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഡയറക്റ്റ് ചേട്ടൻ നോക്കിക്കോണല്ലോ. ഫുഡ് ഐറ്റംസും കാര്യങ്ങളും ഫുഡിന്റെ എല്ലാവർക്കും എല്ലാ ട്രെയിനിങ് തന്നിട്ടുണ്ട്. എന്തായാലും നന്നായിട്ട്. കറക്റ്റ് എവിടെയാ സ്ഥലം? കോഴിക്കോട് മുക്കം. ഫാമിലി എന്തെങ്കിലും പേരിട്ടിട്ടുണ്ടോ? പേരിട്ടിട്ടില്ല. സ്റ്റാർട്ടിംഗ് ആണ്. എത്ര പശുക്കൾ വരെ നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക്? 20. അപ്പൊ സ്റ്റാർട്ടിംഗ് 5 ഇന്നിപ്പോ എടുത്തിട്ടുണ്ട് അല്ലേ? പിന്നെ വയനാട്ടിലെയും കുറച്ച് പശു എടുത്തിട്ടുണ്ട് അല്ലേ? വയനാട് വർഷം എടുത്തിട്ടുണ്ട്, കോഴിക്കോട് എടുത്തിട്ടുണ്ട്. ലോട്ട്. പിന്നെ നമ്മുടെ ഫാമിലിയൊക്കെ എടുത്തിട്ടുണ്ടോ പശുക്കൾ? ഫാമിലിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ എത്ര പശുക്കൾ നമുക്ക് തന്നെ എടുത്തിട്ടുണ്ട്? 10-15 പശുക്കൾ ഒറ്റ വണ്ടിയിൽ കയറ്റി പോവാണ്. 2 വണ്ടി, ഒരു വണ്ടിയിൽ എന്തെങ്കിലും പറ്റത്തില്ല. 2 വണ്ടി വേണ്ടി വരും. വേറെ എറണാകുളത്ത് പോണേലും മിക്സ് കയറ്റിട്ട് ഒരു 5 വേറെ ആയിട്ടാണ്. വലിയ വണ്ടി തന്നെ എന്തായാലും. അപ്പൊ പാലക്കാട് ഇറക്കിയിട്ട് പോകാനല്ലേ? ബാക്കി കോഴിക്കോട് വയനാട് ഒറ്റ വണ്ടിയിൽ തന്നെ കയറി. ഇപ്പം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളെല്ലാം ഷെയർ ഇട്ട് പോകല്ലോ. അതിൽ പശുക്കളുടെ കളക്ഷൻസ് എങ്ങനെയുണ്ട്? വീടുള്ള പശുക്കളെല്ലാം നല്ല നമുക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം. നല്ല പറഞ്ഞ ഗ്യാരണ്ടി പറയാം. നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഇവിടെ വന്നിട്ട് പശു എടുത്ത് കൊടുക്കണം എന്താന്ന് പറഞ്ഞു വെച്ചാൽ സ്വാഭാവികമായിട്ട് ആ ബ്രീഡ് പ്രോട്ടീന് വേണ്ടിയിട്ടാണ് വരുന്നത്. പിന്നെ വാങ്ങുന്നവർക്കായാലും പാലും കിട്ടും. ആ പൈസ കൊടുക്കുന്നതിനുള്ള ക്വാളിറ്റി ഇവിടെ ഉണ്ടാവും. പിന്നെ വണ്ടിക്കൂലിയും കാര്യങ്ങളെല്ലാം പോലെ ഇരിക്കൂല. അല്ല, അത് കാണുമ്പോൾ തന്നെ അറിയാം. പശുക്കളെ ഇപ്പൊ അറിയാവുന്നവർക്കെല്ലാം കാണുന്ന നമ്മൾ വാങ്ങിക്കുന്ന പശുക്കളെല്ലാം കാരണം അത്യാവശ്യം 35 പശുക്കളുണ്ട്. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അധികം പരാതി വരാറില്ല. 12 10 എന്നുള്ള പരാതി നമുക്ക് അങ്ങനെ വന്നില്ല. പാല് കൂടുന്നേ അല്ല അതല്ലേ? കൊണ്ടേന്നുള്ളതല്ല, ഫുഡും കാര്യങ്ങളും പറയുന്ന രീതിക്ക് തന്നെ കറക്റ്റ് ആയിട്ട് പോകും. പാലിന്റെ ഒരു കംപ്ലൈന്റ് നമുക്ക് അങ്ങനെ വന്നിട്ടേ ഇല്ല. അങ്ങനെയുള്ള ഇഷ്യൂസ് വേറെ ഒന്നും വരാം. നമ്മൾ പറഞ്ഞിട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ടോ? എപ്പോഴും കൂടുതലേ കിട്ടത്തുള്ളൂ. 20 പറയുള്ളൂ. 30 കിട്ടുന്ന പശു ആണേലും 20 നമ്മുടെ കച്ചവടം എങ്ങനെയാ? 20 ഗ്യാരണ്ടി പറഞ്ഞു, പാൽ ഗ്യാരണ്ടി കൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. എല്ലാം കാണുമ്പോൾ ഇവിടുന്ന് കിട്ടിയ പശുക്കൾ തന്നെ എല്ലാം അറിയാലോ. അപ്പൊ ചേട്ടനായാലും ഇനിയും അതിന് അപ്ഡേറ്റ് ചെയ്യത്തില്ല ഇത് കഴിഞ്ഞിട്ട്. എന്തായാലും ഇനിയും കാണാൻ ഇവിടെ തന്നെ കാണാൻ സാധിക്കട്ടെ. അപ്പൊ എന്തായാലും അപ്ഡേറ്റ്സ് ഒക്കെ അറിയിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. அண்ணே வணக்கண்ணே. வணக்கம். எப்படி இருக்கண்ணா? எந்த ஊர்? பெரம்பலூர். அண்ணே ஊர்? பெரம்பலூர் தானே? தமிழ்நாடு தானே? தமிழ்நாடு. இப்போ ஃபர்ஸ்ட் டைம் இங்கே இந்த மார்க்கெட்டில் வருது? ஃபர்ஸ்ட் டைமாக வந்திருக்கு. இப்போ எவ்வளோ மாடு வச்சிருக்கு ஃபார்மில்? 15 இருக்கு. இப்போ சிந்தாமணி மாடு செக் பண்ணதுக்காக ஃபர்ஸ்ட் டைம் இங்கே வந்திருக்கு. இவங்க கலெக்ஷன் எப்படி போகுது? நல்ல கலெக்ஷன் இருக்கு. இப்போ നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന നല്ല അടിപൊളി 2 മാട് தான் വാങ്ങിയത്. കന്നി മാട് தான் വാങ്ങിയത് അല്ലേ? ഒരു ഫുൾ ബ്ലാക്ക് കൂടിയ മാതിരി ഒരു പാൽപ്പല്ല് തന്നെ. പല്ല് പോടല്ലേ അല്ലേ? പല്ല് 6 പല്ലായിട്ടുണ്ട്. ഇത് 6 പല്ല് സെക്കൻഡ് ലാക്ടേഷൻ. അപ്പോ കന്നി തന്നെ. 6 പല്ലിൽ കന്നിയാണ്. ഇത് പല്ല് വെക്കാത്ത ഒരു കന്നി മാടാണ് വാങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ എവിടെ പാലൊരു കിടക്കുന്ന സുലഭര്? 18 കന്നിലൊരു 18 വരെയൊക്കെ എക്സ്പെക്ട് பண்ணது. மேபி അതിന് മേലെ കിടച്ചിരിക്കാം. ഓക്കെ. ഇപ്പൊ എന്നാ ഫുഡൊക്കെ കൊടുത്തിരിക്കുക அந்த ഫാമില് ഐറ്റംസ് മാടുക്ക്? ഇപ്പൊ 20 ലിറ്റർ കിടക്കുന്ന മാതിരി എവിടെ എത്ര കിലോ ഫുഡ് കൊടുത്തിருக்கு? தீவனம் டோட்டல் எவ்வளோ குவான்டிட்டி கொடுத்துருக்கு ஒரு மாடுக்கு? 4 கிலோ. அதாவது 18-20 லிட்டர் கிடைக்கிற மாதிரி 4 கிலோ ஃபுட்டு கொடுத்துருக்கு அല്ലേ? அதுக்கப்புறம் புல்லு எக்ஸ்ட்ரா கொடுத்துருக்கு. புல்லு சோளம். அப்போ பாலிலൊക്കെ നമുക്ക് 1 ലിറ്റർ എவ்வளோ ക്യാഷ് കിടത്തുക്ക്?
36 ரூபா கொடுத்துருக்கு. எல்லாமே சொசைட்டில லோக்கல் சேல் பண்ணிருக்கு. சொசைட்டி தான் ஃபுல்லு கொடுத்துருக்கு. இல்லை லோக்கல் வேற பை ப்ராடக்ட்ஸ் அந்த மாதிரி ஒன்றுமே ഒന്നുമില്ല. ഫുള്ള് സൊസൈറ്റി കൊടുത്തിருக்கு. നമ്മുടെ ഫാമിൽ വന്ന് എടുത്തിട്ട് പോയത്. அப்படிதான் இருக்குது. നമ്മൾ പാല് കറന്ന് വെച്ചാൽ പോതും അവർ വന്ന് എടുത്തിട്ട് ഡെയിലി വന്നിട്ട് 2 ടൈമിൽ വന്ന് എടുത്തിട്ട് പോകും. ഇത് സക്സസ് ആയതിനപ്പുറം നെക്സ്റ്റ് ടൈമിൽ വന്ന് പണം വേണ്ടി വരും. ഓക്കെ ആണ്, താങ്ക് യു. അണ്ണ എത്ര പല്ല് പറയണത്? 4 പല്ല്. കന്യ എത്ര പാല് പ്രതീക്ഷിക്കണത്? ஒரு 20 லிட்டர் கிடைக்கும். എവിടെ പ്രൈസ് റേഞ്ച് ഇറക്കണത്? എവിടെ പ്രൈസ് വന്നിருக்கு ഇപ്പോൾ? എവിടെ റേഞ്ച് വന്നിருக்கு? ரேஞ்ச் 1.5 ரேஞ்ச். 1.5. ടീത്ത് എവിടെ വേണം? ടീത്ത് टू टीथ. मिल्क एवड़ो मैक्सिमम कितना मिलेगा? 25-30 25-30 ലിറ്റർ കിട്ടും എന്ന് പറയുന്ന ഒരു ഹെവി സൈസ് കന്നി പശുവാണ്. പ്രസവിക്കാൻ 2 ആഴ്ച 3 ആഴ്ച സമയം കാണും. നല്ല ഹെവി സൈസ് പശുവാണ്. ആ ടീത്ത് പാക്ക് കൂടി വേണം. ടീത്ത് 2 പല്ല് പ്രായത്തിൽ വരുന്ന നല്ല ഹെവി സൈസ് പശുവാണ്. ഒരു പ്രൈസ് ചോദിക്കുന്നതൊക്കെ 1,80,000 റേഞ്ചിലൊക്കെയാണ് ഈ ഒരു പശുവിന് ചോദിക്കുന്നത്. നല്ല ഹെവി സൈസാണ്. ഈ പശു എങ്ങനെയാണോ? ആ പശു എങ്ങനെയാണോ? എത്ര പാലായിട്ട് വയ്ക്കണത്? കന്നിയിലെ 18-20 കിട്ടാവുന്ന ഒരു അടിപൊളി കന്നി പശുവാണ് കേട്ടോ. ടീത്ത് കിത്തനെ? 2 പല്ല് പ്രായത്തിൽ വരുന്ന അടിപൊളി ഒരു കന്നി പശുവാണ് കേട്ടോ. നല്ല ലുക്കിലുള്ള അടിപൊളി കന്നി പശു. 2 പല്ല് പ്രായം, പ്രസവിക്കാൻ ഒരു മാസത്തോളം സമയമുണ്ട്. മോഴ പശുവാണ് കേട്ടോ. നല്ല ഒറിജിനൽ അടിപൊളി മോഴ പശുവാണ്. രണ്ടാമത്തെ ദിവസം 6 പല്ല്. ഈ വണ്ടിയിൽ എത്ര പശുക്കൾ കയറണം മൊത്തത്തില്? ഈ വണ്ടിക്ക് 12 എണ്ണം കയറി വണ്ടിനാ 9 എണ്ണം ഫ്രീയാ പോകും.
9 ഇതേപോലെ 3 വെച്ച് ഫ്രീ ആയിട്ട് പോകും. ഫ്രീ ആയിട്ട് പോകും. നല്ല ടൈറ്റ് ആണെങ്കിൽ 4 വെച്ച് 12 കയറും. ഇപ്പൊ നമ്മൾ ഇതിൽ 8 കൊണ്ടുപോകുന്നുണ്ട്? ஆனா இதுல இப்ப வந்து 9 எண்ணம் போதுங்க. 9 എവിടത്തേക്ക് പോകുന്നുണ്ട്? 3 കയറിയിട്ടുണ്ട്. ഓക്കെ. ഇത് കിലോമീറ്റർ എങ്ങനെയാണ് ചാർജ് വരിക? ஆனா 32. വൺ സൈഡ് 32, 67 രൂപ അപ്പ് ആൻഡ് ഡൗൺ വരും അല്ലേ? 4ங்க. ഓക്കെ. എങ്ങോട്ട് പോവാണെങ്കിൽ 9 വർഷത്തോടെ ഏത് ജില്ലയിലേക്ക് പോകുന്നത്? എങ്ങോട്ട് പോകുന്നുണ്ട്? ஆனா இதெல்லாம் எர்ணாகுளம். ஆனா ചേട്ടൻ എടുത്തിരിക്കാரு ചേട്ടൻ്റെ ഫാമിലേക്ക് പോകുന്നുണ്ട്. നേരത്തെ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു ചേട്ടൻ. അപ്പൊ എങ്ങനെയാണ് ഇത് നമ്മുടെ കൂടെ കയറി പോകുന്നുണ്ടോ നമ്മൾ വേറെ വണ്ടിയിൽ വന്നതാണോ? അപ്പൊ ഇവര് കാറിൽ പോകണം. നമ്മ வந்து ഒരു പണിയാൽ പോയിട്ട് അവിടെ സേഫ്റ്റി ആയിട്ട് അവിടെ ബസ്സിന് ഇറക്കി. ഇതെങ്ങനെ ഡയറക്റ്റ് ഇവിടുന്ന് പോകണോ സേലത്തോണ്ട് ഇറക്കിട്ട്? കൊണ്ട് ഇറക്കി സീറ്റെല്ലാം കൊടുത്ത് ഒരു 2 മണിക്കൂർ റെസ്റ്റ് എടുത്ത് പിറകെ ലോഡ് കൊടുക്കും. അപ്പൊ എപ്പോ ഇതൊക്കെ എറണാകുളത്ത് എത്തും? சேலம் வந்து நைட் 8 மணி எத்தும். ஒரு 3 மணிக்கு ரெஸ்ட் எடுத்து ஒரு 11-12 மணிக்கு അവിടെ നിന്ന് ലോഡ് பண்ணியா രാവിലെ ഒരു 9 മണിക്ക് അവിടെ എത്തും. രാവിലെ 9 മണി ഫാമിലി നിങ്ങൾ എല്ലാം എത്തുമ്പോഴത്തേക്ക് ഭാഷകളെല്ലാം സേഫ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? എല്ലാം നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പശുക്കളാണ്. ചേട്ടൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ്. എന്തായാലും ഇത് കൊണ്ടുപോയിട്ട് പതുക്കെ അപ്ഡേറ്റ് ചെയ്യാനാണ് അല്ലേ? എന്തായാലും ഇതിന്റെ എല്ലാം സക്സസ് റിസൾട്ട് അതിന് ശേഷം വീണ്ടും കാണാം. താങ്ക് യു.